നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വാരണാസി സിനിമയ്ക്ക് നെഗറ്റീവ് കമന്റുകൾ വരാൻ നടന്മാരുടെ ചില കാരണങ്ങൾ നോക്കിയിരുന്നു. പലരും കരുതിയിരിക്കുന്നത് ഈ നെഗറ്റീവ് കമന്റുകൾ വരുന്നത് പൃഥ്വിരാജിനും ബാബുവിനും മാത്രമാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ നെഗറ്റീവ് കമന്റുകൾക്ക് നമ്മുടെ രാജമൗലിയുമായി ചെറിയ രീതിയിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറയാൻ കഴിയും. നമുക്കറിയാം, രാജമൗലി ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 ബ്രാൻഡ് ഡയറക്ടറാണ്. മാത്രമല്ല, രാജമൗലി ഒരു സൗത്ത് ഡയറക്ടർ കൂടിയാണ്. മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ നിലവിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ബ്രാൻഡ് ഡയറക്ടർ രാജമൗലിയാണ്. സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും രാജമൗലിക്ക് ഒരുപോലെ ഫാൻ ബേസ് ഉണ്ട്. പക്ഷെ നോർത്തിൽ ഒരു ചെറിയ പെർസെന്റേജ് ആളുകൾക്ക് ഈ ഒരു ബോളിവുഡ് ഇൻഡസ്ട്രിയെ സൗത്തിൽ നിന്നൊരു സിനിമ വന്ന് അങ്ങനെ മുഴുവനായി മൂടുന്നത് അത്ര ഇഷ്ടമല്ല. നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റാ റീൽസിൽ കണ്ടിട്ടുണ്ടാവാം, നമ്മുടെ സൗത്ത് നടന്മാരുടെ സിനിമാ ക്ലിപ്പിൽ നിന്നെടുത്ത ചില മാസ് റീൽസ് എല്ലാം വരുമ്പോൾ വെറുതെ ഒരു കാരണവുമില്ലാതെ നോർത്തിൽ നിന്ന് പല നെഗറ്റീവ് കമന്റുകൾ, ഇതിന് റിപ്ലൈ ആയി സൗത്തിൽ നിന്ന് വേറെ കമന്റുകൾ, അങ്ങനെ അതൊരു ഫാൻ ഫൈറ്റ് ആയി മാറുന്നു. ശരിക്കും പറഞ്ഞാൽ നോർത്തിൽ നിന്ന് സൗത്ത് നടന്മാരെയും സൗത്ത് ഡയറക്ടേഴ്സിനെയും ഇഷ്ടപ്പെടുന്ന ഒരു വലിയ പെർസെന്റേജ് ആളുകളുണ്ട്. എന്നാൽ ഒരു ചെറിയ പെർസെന്റേജ് ആളുകൾക്ക് നോർത്ത് സൗത്ത് എന്നൊരു ഡിഫറൻസ് എപ്പോഴും ഉണ്ട്. ഇത് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ സൗത്ത് ഇന്ത്യയിലും ഉണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ അല്പം കൂടുതലാണ്. അവർക്ക് താല്പര്യമില്ലാത്ത നടന്മാർ കൂടിയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പൃഥ്വിരാജിനും മഹേഷ് ബാബുവിനും നിലവിൽ നോർത്തിൽ അല്പം താല്പര്യം കുറവാണ്. അതിന്റെ റീസണും നമ്മൾ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, രാജമൗലിക്ക് നടന്മാരുടെ കാസ്റ്റിംഗിന്റെ പേരിൽ ഇതുവരെ നെഗറ്റീവ് വന്നിട്ടില്ല. നിലവിൽ ഈ ഒരു സിനിമയ്ക്കാണ് അങ്ങനെ ഒരു റെക്കോർഡ് ഉള്ളത്. രാജമൗലിക്ക് നേരിട്ട് നെഗറ്റീവ് കമന്റുകൾ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഇതിന് മെയിനായി 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ ഒരു കാസ്റ്റിംഗിന്റെ പേരിൽ നെഗറ്റീവ് കമന്റുകൾ വരുന്നു. രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ, നമ്മൾ പറഞ്ഞ സൗത്ത് നോർത്ത് ഡിഫറൻസ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർത്തിൽ നിന്ന് ബോളിവുഡിൽ നിന്ന് ഇതുപോലെ മറ്റൊരു സിനിമ കൂടി വരുന്നുണ്ട്. ആ ഒരു സിനിമയാണ് രാമായണം. നോർത്തിൽ നിന്ന് ചില ടെക്നിക്കലായ കമന്റുകൾ വരുന്നത് ഈ ഒരു സിനിമയ്ക്ക് അധികം എക്സ്പെക്ടേഷൻ കൊടുക്കണ്ട, സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് വിജയിക്കാനുള്ള ചാൻസ് ഒരു ഡൗട്ടാണെന്ന്. രാമായണ സിനിമയായിരിക്കും കൂടുതൽ വിജയമാവുക. നമ്മൾ ഇനി രാമായണ സിനിമയുടെ ബഡ്ജറ്റ് നോക്കിയാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. എന്തൊക്കെയാണ് ഇവർ ഈ പറയുന്നത് എന്ന് നമുക്ക് തോന്നാം. രാമായണയ്ക്ക് മൊത്തം 2 പാർട്ടുണ്ട്. 2 സിനിമയും ചേർത്ത് 4000 കോടി എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത്. രാജമൗലി സിനിമയുടെ ബഡ്ജറ്റ് അറൗണ്ട് 1000 കോടിയാണ്. രാമായണ സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് ഇങ്ങനത്തെ 4 പടങ്ങൾ എടുക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. അപ്പോൾ ഈ കമന്റുകളുടെ ലോജിക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം 1000 കോടി ബഡ്ജറ്റ് വരുന്ന സിനിമ ഒരു നീറ്റ് വിജയം നേടണമെങ്കിൽ 2000 കോടി കളക്ഷൻ നേടണം. അപ്പോൾ 2000 കോടി ബഡ്ജറ്റ് ഉള്ള ഒരു പാർട്ട് സിനിമ മിനിമം ഒരു പാർട്ട് 3000 അല്ലെങ്കിൽ 4000 കോടി കളക്ഷൻ നേടിയാൽ നമുക്കതൊരു നല്ല വിജയമെന്ന് പറയാൻ കഴിയും. അങ്ങനെ നോക്കിയാൽ വാരണാസി സിനിമയേക്കാൾ റിസ്ക് കൂടുതൽ നമ്മുടെ രാമായണ സിനിമയ്ക്ക് തന്നെയാണ്. നമ്മൾ നോക്കേണ്ടത് ഇത് രണ്ടും ഇന്ത്യൻ സിനിമയാണ്. ഹോളിവുഡ് സിനിമയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 2000-3000 കോടി കളികളെല്ലാം കളിക്കാം. പക്ഷെ നമ്മുടെ ഹിസ്റ്ററിയിൽ, നമ്മുടെ ഇന്ത്യൻ സിനിമ ഹിസ്റ്ററിയിൽ ഒരേ ഒരു 2000 കോടിയേ ഉണ്ടായിട്ടുള്ളൂ. അത് 2016 പുറത്തിറങ്ങിയ ദംഗൽ എന്ന ബോളിവുഡ് സിനിമയാണ്. ഈ ഒരു റെക്കോർഡ് ഇത്രയും വർഷങ്ങളായിട്ടും ഏകദേശം ഇപ്പോൾ ഒരു 10 വർഷമായി ആർക്കും ബീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ രാജമൗലി സിനിമകൾക്ക് വരെ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഇത്ര കോൺഫിഡൻസ് ആയി ഇവർ ഈ ഒരു സിനിമ വിജയിക്കുമെന്ന് പറയുന്നതെന്നാൽ അവർ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ രാമായണ സിനിമയ്ക്കാണെന്നാണ്. നമ്മൾ വിചാരിക്കും, രാജമൗലി സിനിമയേക്കാൾ വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ പൊട്ടൻഷ്യൽ വരും. എന്നാൽ അത് ശരി തന്നെയാണ്. രാജമൗലി സിനിമയേക്കാൾ കൂടുതൽ വിതരണക്കാർ വരണമെങ്കിൽ സിനിമയുടെ പ്രൊഡ്യൂസറും ഡയറക്ടറും അത്ര നിസാരക്കാരല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ആ ഒരു ഡയറക്ടർ അത്രയും വലിയ ബ്രാൻഡ് ആയിരിക്കണം. എന്നാൽ ഈ ഒരു ഡയറക്ടർ അങ്ങനെ ഒരു ബ്രാൻഡാണ്. ഈ ഒരു ഡയറക്ടറാണ് ദംഗൽ സിനിമ എടുത്തത്. ഇന്ത്യയിൽ ആദ്യത്തെ 2000 കോടി കളക്ഷൻ നേടിയ ഒരേ ഒരു ഡയറക്ടർ ഇദ്ദേഹമാണ് നിതേഷ് തിവാരി. നമുക്ക് കൂടുതൽ പരിചയം രാജമൗലിയാണ്. നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു സിനിമയ്ക്കാണ്. ഒരേ ഒരു കാരണമേ ഉള്ളൂ, SS രാജമൗലി. നമുക്ക് നിതേഷ് തിവാരിയെ പറ്റി അധികം അറിയില്ല. എന്നാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിതേഷ് തിവാരി ഒരു സ്ലീപ്പിംഗ് ജയന്റാണ്. രണ്ടുപേരുടെയും ഫിലിമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ രാജമൗലി മൊത്തം 12 സിനിമകൾ ചെയ്ത എല്ലാ സിനിമയും ഹിറ്റാണ്. 12 സിനിമയും ഹിറ്റ്. നിതേഷ് തിവാരി മൊത്തം 5 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. ഇതിൽ 2 സിനിമകൾ ഒരു ആവറേജ് അല്ലെങ്കിൽ ഫ്ലോപ്പ് ആണെന്ന് പറയാൻ കഴിയും. പക്ഷേ ഈ സിനിമകൾ ഫ്ലോപ്പ് ആണെങ്കിലും ഈ ഒരു ഡയറക്ടർ പോരാ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രാജമൗലിയും നിതേഷ് തിവാരിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്
ഒരു മാസായ ഇമോഷണലി കണക്ട് ആവുന്ന അങ്ങനെയുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് നമ്മുടെ രാജമൗലിക്കുള്ളത്. ഇനി നിതേഷ് തിവാരിയുടെ കാര്യം നോക്കിയാൽ റിയലിസ്റ്റിക് ആയ ഇമോഷണലി കണക്ട് ആവുന്ന അങ്ങനെയുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ സിനിമ നന്നായാലും എപ്പോഴും വിജയമാകണമെന്നില്ല. രണ്ടുപേരും ഡിഫറെന്റ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. രാജമൗലിയുടെ കാര്യം നോക്കിയാൽ ഇതുവരെയും ഒരു സിനിമ പോലും ഫ്ലോപ്പ് ആയിട്ടില്ല. ഇറക്കിയ എല്ലാ സിനിമയും ഒരു ഹിസ്റ്ററി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയുടെ ഹിസ്റ്ററി തന്നെ മാറ്റിയത് നമ്മുടെ രാജമൗലി തന്നെയാണ്. പക്ഷെ നിതേഷ് തിവാരിയുടെ കയ്യിൽ നല്ലൊരു സ്റ്റോറിയാണ് കിട്ടുന്നതെങ്കിൽ ആളുകളുടെ റിയലിസ്റ്റിക് ഇമോഷൻസ് കണക്ട് ചെയ്തുകൊണ്ടുള്ള റിയലിസ്റ്റിക് ആയ മികച്ചൊരു സ്ക്രീൻ പ്ലേ എഴുതാൻ ഇദ്ദേഹത്തിന് കൂടുതൽ കഴിവുണ്ട്. ഇന്ത്യക്കാരാണെങ്കിലും വിദേശികളാണെങ്കിലും ഇമോഷൻസ് ഒരുപോലെ കണക്ട് ആകുന്ന ഒരു പവർഫുൾ സ്ക്രീൻ പ്ലേ ആണ് ഇദ്ദേഹത്തിൻ്റെത്. ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ് ഹോളിവുഡ് സിനിമകളും ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ദങ്കൻ സിനിമയുടെ കാര്യം തന്നെ നോക്കിയാൽ ഇത് 2000 കോടി കളക്ഷൻ നേടിയ സിനിമയാണ്. എന്നാൽ നമ്മൾ അറിയേണ്ട കാര്യം വെറും 538 കോടി കളക്ഷൻ മാത്രമേ ഇത് ഇന്ത്യയിൽ നിന്ന് നേടിയിട്ടുള്ളൂ. പക്ഷേ ചൈനയിൽ നിന്ന് ഇതിന്റെ ഡബിൾ കളക്ഷൻ നേടി. ഇന്ത്യയേക്കാൾ കൂടുതൽ കളക്ഷൻ ചൈനയിൽ നിന്ന് നേടി. അതായത് 1300 കോടിക്ക് മേലെ. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് കൂട്ടിയ 2000 കോടിക്ക് മേലെ. നമ്മുടെ ഇന്ത്യൻ സിനിമ മറ്റൊരു രാജ്യത്ത് 1000 കോടിക്ക് മേലെ കളക്ഷൻ നേടി എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. നമ്മളെക്കാൾ കൂടുതൽ ഈ ഒരു സിനിമ ചൈനക്കാർക്ക് കണക്ട് ആയി. അവർ അവരുടെ സിനിമ കാണുന്നത് പോലെ ഈ ഒരു സിനിമ എൻജോയ് ചെയ്തു. ഇതൊരു ഫോറിൻ സിനിമയാണെന്നേ അവർക്ക് തോന്നിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു യൂണിവേഴ്സൽ ഇമോഷൻ കണക്ട് ആക്കുന്ന ഹോളിവുഡ് റൈറ്റിംഗ് സ്റ്റൈൽ ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സിനിമകൾ ചൈനയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു നേട്ടം ആർക്കും കിട്ടിയിട്ടില്ല. ആമിർ ഖാന്റെ മറ്റു സിനിമകൾ വന്നിട്ടുണ്ട്. ആമിർ ഖാൻ നമുക്കറിയാം 3 Idiots എന്ന സിനിമയിലൂടെ ചൈനയിൽ വളരെ ഫാൻ ബേസ് ഉണ്ടാക്കിയ നടനാണ്. ആമിർ ഖാന്റെ എല്ലാ സിനിമയ്ക്കും അവിടെ നിന്ന് കളക്ഷൻ കിട്ടാറുണ്ട്. പക്ഷേ ദങ്കൻ സിനിമയുടെ അത്രയും കളക്ഷൻ ആമിർ ഖാന്റെ ശേഷം വന്ന് മറ്റ് സിനിമകൾക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ രാജമൗലിയുടെ ബാഹുബലി സിനിമ ചൈനയിൽ റിലീസ് ഉണ്ടായിരുന്നു. ചൈനയിൽ ചെറിയ രീതിയിൽ വിജയമായിരുന്നു. 80 കോടിയാണ് കളക്ഷൻ നേടിയത്. നമ്മൾ ഈ 2 സിനിമകളും നോക്കിയാൽ നമുക്ക് ഈ 2 സിനിമകളും വളരെ ഇഷ്ടമാണ്. എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഒരല്പം കൂടുതൽ ബാഹുബലി തന്നെയായിരിക്കും ഇഷ്ടപ്പെടുക. പക്ഷെ നമ്മുടെ ടേസ്റ്റും ഫോറിനേഴ്സിന്റെ ടേസ്റ്റും വളരെ ഡിഫറെന്റ് ആണ്. നമ്മൾ അവരുടെ മാസ് സീൻ തന്നെ നോക്കിയാൽ നമ്മുടെ മാസ് സീനുകൾ പോലെയല്ല അവരുടെ മാസ് സീനുകൾ. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രൗണ്ട് ബേസ്ഡ് ആയിരിക്കും. മറ്റ് സീനുകൾ നമ്മൾ കാണുന്നത് സൂപ്പർ ഹീറോ സിനിമകളിലാണ്. നമ്മൾ ഇന്ത്യക്കാർ സിനിമയെ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ പോകുന്നവരാണ്. നമ്മൾ അങ്ങനെ കാര്യമായ ലോജിക് ഒന്നും നോക്കാറില്ല. പക്ഷെ ഫോറിനേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് റിയലിസ്റ്റിക് ആണ് കൂടുതൽ വേണ്ടത്. എല്ലാത്തിനും റീസൺ വേണം. അവർ പണ്ട് മുതലേ കണ്ടു ശീലിച്ചത് ഇങ്ങനെയുള്ള സിനിമകളാണ്. ഇനി അഥവാ സിനിമയിൽ ലോജിക് എപ്പോഴെങ്കിലും കുറവാണെങ്കിൽ അവർക്കത് ഒട്ടും തന്നെ സ്ക്രീനിൽ ഫീൽ ചെയ്യാൻ പാടില്ല. അത്രയും നന്നായി കൺവിൻസ് ചെയ്യുന്ന ഒരു സ്ക്രീൻ പ്ലേ ആയിരിക്കണം. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ റോക്ക് ഫൈറ്റുകളൊന്നും അധികം കാണാത്തത്. നമ്മൾ RRR സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഫോറിൻ കൺട്രീസിലെല്ലാം ഈ ഒരു സിനിമ നല്ല രീതിയിൽ ഫേമസ് ആയിരുന്നു. സിനിമയിലെ ഫ്രണ്ട്ഷിപ്പ് സീനുകളെല്ലാം അവരെ ഇമോഷണലി കണക്ട് ചെയ്തു. അവർക്ക് ഈ ഒരു സിനിമ വലിയൊരു ക്യൂരിയോസിറ്റി നൽകി. സിനിമ നല്ല എൻഗേജിംഗ് ആയിരുന്നു. നല്ല പാട്ടുകളും ഉണ്ടായിരുന്നു. മികച്ച ഒരു സ്റ്റോറി ടെല്ലിംഗ്. പല ഫോറിനേഴ്സും ആദ്യമായിട്ട് കണ്ട ഇന്ത്യൻ സിനിമ RRR സിനിമയായിരുന്നു. അവർക്ക് ഇന്ത്യൻ സിനിമ വ്യത്യസ്തമായ ഒരു ഫീൽ നൽകി. അവർ സിനിമ നന്നായി എൻജോയ് ചെയ്തെങ്കിലും അവർക്കെല്ലാം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതൊരു സൂപ്പർ ഹീറോ സിനിമയാണോ എന്നുള്ളത്. കാരണം സിനിമയിലെ ഫൈറ്റ് സീനുകൾ ഇവർക്ക് എവിടെ നിന്ന് പവർ കിട്ടി, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാക്കി. ഈ ഒരു സിനിമയിൽ എവിടെയും അങ്ങനെ പവർ കിട്ടുന്നത് പോലെ കാണിക്കുന്നില്ല. അപ്പോൾ പല ഫോറിനേഴ്സും കരുതിയത് ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രീക്വൽ വരുമെന്നാണ്. അതായത് ചില സിനിമകൾ സെക്കൻഡ് പാർട്ട് ആദ്യം ഇറക്കും, പിന്നീട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്ത് മുമ്പ് നടന്ന കാര്യങ്ങൾ ഫസ്റ്റ് പാർട്ട് പോലെ ഇറക്കും. ഹോളിവുഡിൽ ഇത് നോർമലാണ്. അങ്ങനെ കരുതിയിരിക്കുന്ന ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട്. നമ്മൾ കാണുന്ന സമയത്ത് നമുക്കിത് നോർമലാണ്. കാരണം നമ്മൾ ഇങ്ങനെയുള്ള സീനുകൾ എപ്പോഴും കാണുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ സൂപ്പർ പവർ എന്ന് പറയുന്നത് സിംബോളിക്കലി കാണിച്ചിരിക്കുന്നതാണ്. ഭീം ക്യാരക്ടറിന് നാച്ചുറൽ വഴിയുള്ള സ്ട്രെങ്ത്, റാം ക്യാരക്ടർ ഡിസിപ്ലിനുള്ള മിലിറ്ററി ട്രെയിനിങ്ങിലൂടെ നേടിയെടുത്ത സ്ട്രെങ്ത്, ഒരാൾ ഫയർ മറ്റൊരാൾ വാട്ടർ, അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും ഫോറിനേഴ്സ് ഈ ഒരു സിനിമ നന്നായി എൻജോയ് ചെയ്തു. ഇനി നമ്മൾ നിതേഷ് തിവാരിയുടെ കാര്യം നോക്കിയാൽ ഹോളിവുഡ് റൈറ്റിംഗ് സ്റ്റൈലിൽ രാമായണ സിനിമയെ ഹ്യൂമൻ ഇമോഷൻസ് മിക്സ് ചെയ്ത് അങ്ങനെ പ്രസന്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരുടെയും സൈഡ് കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രാമന്റെയും രാവണന്റെയും സ്റ്റോറി വൈസ് നമുക്കറിയാം
രാമായണം ഓൾറെഡി വളരെ പവർഫുൾ ആണ്. അപ്പോൾ സ്റ്റോറി വൈസ് പേടിക്കേണ്ടതില്ല. ഫോറിനേഴ്സിനെ കൂടി കണക്ട് ചെയ്യുന്ന രീതി സ്ക്രീൻ പ്ലേ എഴുതാൻ നിതേഷ് തിവാരി എക്സ്പെർട്ടുമാണ്. ഹോളിവുഡ് റൈറ്റിംഗ് സ്റ്റൈലിൽ ഫോറിനേഴ്സിന് രാമായണം നമ്മുടെ പോലെ പരിചയമില്ല. സിനിമയിൽ എന്താണോ കാണുന്നത് അത് കണ്ട് മനസ്സിലാക്കാനേ അവർക്ക് പറ്റുകയുള്ളൂ. അവിടെ വേണ്ടത് സ്ക്രീൻ പ്ലേയുടെ കഴിവാണ്. സ്ക്രീൻ പ്ലേ നന്നായാൽ ഏതൊരു സ്റ്റോറി നമുക്ക് ആരെ വേണമെങ്കിലും കണക്ട് ചെയ്യിപ്പിക്കാം. ഗ്രീസുകാരുടെ മിത്തോളജിയായ ഹെർക്കുലീസ് സിനിമ നമുക്ക് മനസ്സിലാവും. റോമുമായി ബന്ധപ്പെട്ട ഗ്ലാഡിയേറ്റർ സ്റ്റോറി നമുക്ക് മനസ്സിലായി. എവിടെയോ കിടക്കുന്ന ഇമാജിനേഷൻ സ്റ്റോറിയായ അവതാർ വരെ മനസ്സിലായി. ഇതെല്ലാം സ്ക്രീൻ പ്ലേയുടെ കഴിവാണ്. രാമായണ ഫോറിൻ കൺട്രീസിലും ചെറിയ രീതിയിൽ ഫേമസ് ആണ്. നമ്മൾ മറ്റ് കൺട്രീസിന്റെ കാര്യങ്ങൾ പഠിക്കുന്നത് പോലെ ഫോറിനേഴ്സ് ഇന്ത്യയെ പറ്റിയും പഠിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം മഹാഭാരതം, രണ്ടാമത് രാമായണം, പിന്നീട് മെസൊപ്പൊട്ടോമിയ, പിന്നീട് ഒഡീസി, പിന്നീട് പേർഷ്യൻ. ഇതെല്ലാം അവരും പഠിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇതിഹാസം. അങ്ങനെ ഒരു ലാഭനം ഉള്ളത് കൊണ്ട് കുറച്ചു പേർക്കെങ്കിലും അങ്ങനെയും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. പക്ഷെ ഇന്ത്യയിൽ നിന്ന് വെറുതെ രാമായണ സിനിമ വന്നാൽ ഫോറിൻ കൺട്രീസിൽ എത്തുക പോലും ഇല്ല. അവരുടെ കൺട്രീസിൽ എത്തിയാൽ മാത്രമേ അവരത് കാണാനുള്ള ചാൻസ് ഉള്ളൂ. ഇന്ത്യക്കകത്ത് ഈ രണ്ട് സിനിമകൾക്കും അങ്ങേയറ്റം കൂടിപ്പോയാൽ ഒരു 2000 കോടിക്കടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനു മേലെ വളരെ ചാൻസ് കുറവാണ്. അവിടെയാണ് രാമായണ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ പൊട്ടൻഷ്യൽ ഉള്ളത്. ഈ രാമായണ സിനിമയുടെ പ്രൊഡ്യൂസർ അത്ര നിസാര പുള്ളിയല്ല എന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. 4000 കോടിയെല്ലാം മുടക്കി സിനിമ പിടിക്കുന്നു. ഈ ഒരു പ്രൊഡ്യൂസറിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ VFXനെ പറ്റി പറയണം. ഈ ഹോളിവുഡ് സിനിമകളുടെ VFX കാണുമ്പോൾ ഇന്ത്യൻ സിനിമ ഇപ്പം പുറകോട്ടാണ്. പലരും കരുതിയിരിക്കുന്നത് ഇന്ത്യയിലെ ഒരു ടെക്നോളജി ഇല്ല എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു ടെക്നോളജി അല്ല, ബഡ്ജറ്റ് മാത്രമാണ് നമുക്കില്ലാത്തത്. നമ്മൾ അറിയേണ്ട കാര്യം, നിലവിൽ ഹോളിവുഡ് സിനിമകളുടെ VFX ചെയ്യുന്നത് ഇന്ത്യ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഒരു ഹോളിവുഡ് സിനിമയുടെ CGI വർക്ക് മുഴുവൻ ആ രാജ്യത്ത് വെച്ച് നടക്കുന്നതല്ല. അത് പല പല കൺട്രീസിൽ പല കമ്പനികളുമായി കൊളാബറേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. മോഡലിംഗ് ഒരു സ്ഥലത്ത്, ഡിസൈനിങ് മറ്റൊരു സ്ഥലത്ത്, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലേറ്റവും മെയിൻ രാജ്യം ഇന്ത്യയാണ്. ഇതെന്തുകൊണ്ടെന്നാൽ ഫോറിൻ കൺട്രീസിൽ നമുക്കറിയാം ജീവിക്കാൻ തന്നെ വളരെ വലിയ എക്സ്പെൻസ് ആണ്. ഹൈ സാലറി ഇല്ലാതെ ആർക്കും ജീവിക്കാൻ കഴിയും. യൂറോപ്യൻ കൺട്രീസിൽ VFX ആർട്ടിസ്റ്റിന് ഹൈ സാലറിയാണ്. ഒരു VFX ടീം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ടാവും. ഇവർക്കെല്ലാം സാലറി കൊടുത്താൽ സിനിമയുടെ ബഡ്ജറ്റ് താങ്ങാൻ പറ്റില്ല. സെയിം ജോലി തന്നെ ഇന്ത്യയിലോ ചൈനയിലോ ചെയ്താൽ അവർക്ക് അത്രയും കോസ്റ്റ് കട്ടിങ് ചെയ്യാം. ഇതുകൊണ്ടാണ് ഈ ഐഫോൺ എല്ലാം നിലവിൽ ഇന്ത്യയിലും ചൈനയിലും ഉണ്ടാക്കുന്നത്. അവഞ്ചേഴ്സിന്റെ ഗെയിം, തോർ റാഗ്നറോക്ക്, ഇൻഫിനിറ്റി വാർ, ബ്ലാക്ക് പാന്തർ, ഡോക്ടർ സ്ട്രേഞ്ച് ഇതിനെല്ലാം കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തത് ചെന്നൈയിലെ ബോട്ട് VFX ആണ്. ഇതുപോലെ സ്പൈഡർമാൻ 3, ലൈഫ് ഓഫ് സ്പൈ, ക്രോണിക്കൽസ് ഓഫ് നാർണിയ ഇതിനെല്ലാം ടാറ്റ എലിക്സി കമ്പനി കൊളാബറേറ്റ് ചെയ്തിരുന്നു. ടാറ്റ എലിക്സിയുടെ ബ്രാഞ്ച് ബാംഗ്ലൂരും തിരുവനന്തപുരത്തുമാണ് ഉള്ളത്. ജെയിംസ് ബോണ്ട്, ടോപ്പ് ഗൺ മാർവിക്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കൊളാബറേഷൻ ചെന്നൈയിലെ ഫ്യൂച്ചർ വർക്ക് മീഡിയ ആയിരുന്നു. ലയൺ കിങ്, ഗോഡ്സില്ല വാസ് കോങ്, ജംഗിൾ ബുക്ക് MPC എന്ന ലണ്ടൻ കമ്പനി ചെയ്തതാണ്. ഓണർഷിപ്പ് ലണ്ടനാണ്, ഹെഡ് ക്വാർട്ടേഴ്സും ലണ്ടനിലാണ്. പക്ഷെ ഇതിന്റെ പ്രധാന ബ്രാഞ്ച് ഇരിക്കുന്നത് ഇന്ത്യയിലാണ്. ഈ ഒരു സിനിമകളുടെ VFX വർക്കുകൾ ഇന്ത്യയിൽ വെച്ച് ഇന്ത്യക്കാർ ചെയ്തതാണ്. VFX വർക്കുകൾ നടക്കുന്നത് മെയിനായും ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ VFX കമ്പനി നമുക്കറിയാം ഷാരൂഖ് ഖാന്റെ റെഡ് ചില്ലീസ് കമ്പനിയാണ്. ഷാരൂഖ് ഖാൻ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള നടനാണ്. പോയിന്റുകളുടെ വ്യത്യാസമാണെങ്കിൽ ആർണോൾഡ് എല്ലാം സെക്കൻഡാണ്. ഷാരൂഖ് ഖാൻ 4 കൊല്ലം കൂടുമ്പോഴാണ് 1ഓ 2ഓ സിനിമ ചെയ്യുന്നത്. സിനിമ മാത്രം വെച്ച് ഇത്രയും പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. റെഡ് ചില്ലീസ് തുടങ്ങിയ ബിസിനസ് കൂടി കൂടുമ്പോഴാണ് ഇത്രയും നെറ്റ്വർക്ക് വരുന്നത്. എന്നാൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട റെഡ് ചില്ലീസിനേക്കാൾ 10 ഇരട്ടി വലുതായ മറ്റൊരു VFX കമ്പനിയുണ്ട്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്നത് പക്ഷെ ഇന്ത്യയിലല്ല. അതുകൊണ്ട് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലുത് റെഡ് ചില്ലീസ് കമ്പനിയാണ്. പക്ഷെ ഈ ഒരു കമ്പനി ഇരിക്കുന്നത് ലണ്ടനിലാണെങ്കിലും അതിന്റെ ഓണർഷിപ്പ് ഇന്ത്യക്കാണ്. ഈ ഒരു കമ്പനിയാണ് DNA. ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ VFX കമ്പനി. ഇതിന്റെ ഓണർ ബോളിവുഡ് പ്രൊഡ്യൂസറായ നരേഷ് മൽഹോത്രയുടെ മകൻ നമിത് മൽഹോത്രയാണ്. നമ്മുടെ രാമായണ സിനിമയുടെ പ്രൊഡ്യൂസർ. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് നേരിട്ട് പ്രൈമറി VFX ചെയ്ത 3ാമത്തെ കമ്പനി. ഈ ഒരു കമ്പനി തന്നെയാണ് ഹോളിവുഡ് വർക്കുകൾ ഇന്ത്യൻ കമ്പനികൾക്ക് വീതിച്ചു കൊടുക്കുന്നത്. നമ്മുടെ രാജമൗലി സിനിമകൾക്ക് CGI വർക്ക് ചെയ്തത് മഗുദ VFX കമ്പനിയാണ്. ഇവരെ DNEG കമ്പനി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡ്യൂൺ, ഇന്റർസ്റ്റെല്ലാർ, ഇൻസെപ്ഷൻ, ഹാരി പോട്ടർ ഇന്നിറങ്ങുന്ന ഒട്ടുമിക്ക ഹോളിവുഡ് സിനിമകൾക്കും നേരിട്ട് കൊളാബറേറ്റ് ചെയ്തു VFX
ചെയ്യുന്നത് DNAG കമ്പനിയാണ്. 7 ഓസ്കാർ നേടിയിട്ടുണ്ട്. നമ്മുടെ രാമായണ സിനിമയ്ക്ക് VFX ചെയ്യുന്നത് ഈ ഒരു DNAG കമ്പനിയാണ്. അപ്പോൾ VFX ഹോളിവുഡ് ക്വാളിറ്റിയായി. ഇനി ഫൈറ്റ് സീനുകൾ ഹോളിവുഡ് പോലെ ഇരിക്കാൻ വേണ്ടി ഹോളിവുഡിൽ നിന്ന് ഗായ് നോറിസ് ആണ് ചെയ്യുന്നത്. ഇദ്ദേഹമാണ് ഹോളിവുഡിലെ പേരുകേട്ട മാഡ് മാക്സ് തുടങ്ങി പല സിനിമകളുടെയും സ്റ്റണ്ട് ഡയറക്ടർ. ഇദ്ദേഹത്തിന്റെ കൂടെ ടെറി നോട്ടറിയും ഇൻഫിനിറ്റി വാർ തുടങ്ങി ഒരുപാട് സിനിമകളിൽ സ്റ്റണ്ട് മൂവ്മെന്റ്സ് ചെയ്ത വ്യക്തിയാണ്. ഇനി മ്യൂസിക് ആണെങ്കിൽ ഹോളിവുഡിലെ പേരുകേട്ട ഹാൻസ് സിമ്മറും ഒപ്പം നമ്മുടെ AR റഹ്മാനും രണ്ടുപേരെയും പറ്റി നമുക്ക് പറയേ വേണ്ട. ഇൻസെപ്ഷൻ, ഇന്റർസ്റ്റെല്ലാർ, ഓപ്പൺഹൈമർ, പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ തുടങ്ങി ഒരുപാട് മ്യൂസിക് ചെയ്ത വ്യക്തിയാണ്. ഇനി ഈ ഒരു സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ അവർക്ക് അത് കാണാൻ പറ്റൂ. വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് ഹോളിവുഡിലെ ജയന്റ് കമ്പനികളിൽ ഒന്നായ നമ്മുടെ WB കമ്പനിയാണ്. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു സിനിമ ഹോളിവുഡിനെ ടാർഗറ്റ് ചെയ്ത് കറക്റ്റ് ഒരു ഹോളിവുഡ് സിനിമ പോലെയാണ് വരുന്നത്. നമിത് മൽഹോത്രയ്ക്ക് ഹോളിവുഡിൽ നല്ലൊരു പിടിയുണ്ട്. ഇനി നമ്മുടെ വാരണാസി സിനിമ മൊത്തം രാജമൗലിയുടെ കയ്യിലാണ്. ഒരു ടൈം ട്രാവൽ മിത്തോളജിക്കൽ അഡ്വഞ്ചർ സ്റ്റോറി എന്നാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. സിനിമയിൽ രാമായണത്തിലെ സീനുകൾ വരുന്നുണ്ട്. ഇതെങ്ങനെ ഫോറിനേഴ്സിൽ കണക്ട് ചെയ്യിപ്പിക്കുമെന്നുള്ളത് എല്ലാം രാജമൗലിയുടെ കയ്യിലാണ്. കാരണം രാമായണം അവർക്കറിയില്ല. അവർ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെന്നല്ലാതെ നമുക്കറിയുന്നത് പോലെ അറിയില്ല. അപ്പോൾ അവർക്കും കൺവിൻസ് ആവണം. മറ്റേ സിനിമയാണെങ്കിൽ രാമായണം മാത്രമാണ് കാണിക്കുന്നത്. രാമായണ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ വാരണാസിയുടെ അത്രയും ഹൈപ്പ് വന്നില്ല. വാരണാസി അനൗൺസ് ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ട്രെൻഡിങ് ആയി. അത് SS രാജമൗലി എന്ന ഒറ്റ പേര് കൊണ്ട് മാത്രമാണ്. ഈ ഒരു സിനിമ ഹൈ പോസിറ്റീവ് വന്നാൽ വേൾഡ് വൈഡായി ഏണിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത് നോർത്തുകാർ പറയുന്നത് പോലെ രാമായണ സിനിമയ്ക്ക് തന്നെയാണ്. അവർ ടെക്നിക്കലി പവർഫുൾ ആണ്. ഹോളിവുഡിലൊരു പിടിയുണ്ട്. വേൾഡ് വൈഡായി ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ ഇതെല്ലാം നമിത് മൽഹോത്രയ്ക്ക് പറ്റും. അപ്പോൾ എന്തായാലും രണ്ട് സിനിമയും വലിയൊരു വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.